ഇറാന്റെ സാത്താൻ മിസൈൽ 3 പർവ്വത നിരകളിലേക്ക് മാറ്റിയ വിവരം ഇപ്പോൾ പുറത്തു വന്നു. ഏറ്റവും ശക്തമായിരിക്കുന്ന മിസൈലുകളിൽ ഒന്നായിട്ടാണ് സാത്താൻ മിസൈൽ അറിയപ്പെടുന്നത്. അത് പരസ്യമായിരിക്കുന്ന പ്രദർശനത്തിന് ഇറാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ ഇറാൻ പുതിയൊരു മിസൈൽ നിർമ്മിക്കുന്ന സമയത്ത് പരസ്യപ്പെടുത്തുകയും അത് ലോകത്തെ അറിയിക്കുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ രീതിയാണ്. അവർ മിസൈൽ പരീക്ഷണം നടത്തിക്കൊണ്ട് ആ പരീക്ഷണത്തിൻ്റെ പ്രഹരശക്തി എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തോട് അവർ പറയാറുമുണ്ട്. എന്നാൽ സാത്താൻ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് അത്തരമൊരു പരാമർശങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. 3 മിസൈലുകളുടെ സമ്മിശ്രമായിരിക്കുന്ന നിർമ്മിതിയാണ് സാത്താൻ മിസൈൽ 3 എന്ന് പറയുന്നത്. അഥവാ ഷഹാബ് 3 എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ 1300 മുതൽ 2000 കിലോമീറ്റർ ദൂരപരിധി വരെ ആക്രമ രീതിയുള്ളതാണ് ഈ മിസൈൽ എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റ് മുതൽ ഇസ്രായേലിൻ്റെ തീരം വരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ്. 1100 കിലോമീറ്ററാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ദൂരപരിധി കണക്കാക്കുന്നത്. ഈ മിസൈലിൻ്റെ ദൂരം എന്ന് പറയുന്നത് ഷഹാബ് 3യുടെ ദൂരം എന്ന് പറയുന്നത് 1300 മുതൽ 2000 കിലോമീറ്റർ വരെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ തെഹ്റാനിൽ നിന്ന് ഇസ്രായേലിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്രമിക്കാൻ പാകത്തിലുള്ള നിർമ്മിതിയാണ് ഷഹാബ് 3 കൊണ്ട് അവർ പൂർത്തീകരിച്ചത്. രണ്ടാമത്തെ മിസൈൽ എന്ന് പറയുന്നത് സജ്ജിൽ എന്ന മിസൈലാണ്. ആ സജ്ജിൽ മിസൈലിന് 2000 കിലോമീറ്ററാണ് ദൂരപരിധി കണക്കാക്കുന്നത്. വേഗതയും പ്രഹരശേഷിയും ഇതിന് കൂടുതലാണ്. ആദ്യത്തെ ഷഹാബ് മിസൈലിനേക്കാണ് വേഗതയും പ്രഹരശേഷിയും ഉള്ളതാണ് സജ്ജിൽ എന്ന് പറയുന്ന മിസൈൽ. മൂന്നാമത്തത് ഖൈബർ ഷെക്കൻ എന്ന് പറയുന്ന മിസൈലാണ്. 1450 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരപരിധി കണക്കാക്കുന്നത്. കൃത്യമായി ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ ഇതിന് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ സാത്താൻ 3 എന്ന് പറയുന്ന മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ 3 തരം ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഏകോപനമാണ് സാത്താൻ മിസൈൽ അല്ലെങ്കിൽ സാത്താൻ 3 എന്ന് പറയുന്ന മിസൈലിനെ കുറിച്ച് പറയുന്നത്. അഥവാ 2000 കിലോമീറ്റർ ദൂരപരിധിയും അതോടൊപ്പം തന്നെ ശക്തമായിരിക്കുന്ന വേഗതയും പ്രഹരശേഷിയും അതിനോടൊപ്പം കൃത്യമായിരിക്കുന്ന ലക്ഷ്യവും കാണും. ഇതിനപ്പുറമായ രീതിയിൽ ആണവ ഫോർമുലകൾ വഹിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ മിസൈലിനെ, അതായത് സാത്താൻ എന്ന് പറയുന്ന ഈ മിസൈലിനെ ഇറാൻ അവരുടെ ഏറ്റവും വലിയ പർവ്വത താഴ്വരത്തിലേക്കോ അതുമായി ബന്ധപ്പെട്ട മേഖലയിലേക്കോ മാറ്റിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഏതാണ് പർവ്വതങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചൊരു സൂചന അവരുടെ ഭാഗത്ത് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അത് ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു വിവർത്തനമൊന്നുമല്ല, പക്ഷേ അത് അങ്ങനെയുള്ള ഒരു പരാമർശം കാണാൻ വേണ്ടി സാധിക്കുന്നു. മൗണ്ട് ദമവന്ത് എന്ന് പറയുന്ന പർവ്വതമാണ് ഇറാനിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം. 5610 മീറ്ററാണ് അതിൻ്റെ ഉയരം. വടക്കൻ ഇറാനിലെ തെഹ്റാനോട് ചേർന്നിട്ടാണ് മൗണ്ട് ദമാവന്ത് എന്ന് പറയുന്ന പർവ്വത നിര ഉള്ളത്. ആ മേഖലയിലേക്കോ അതല്ലെങ്കിൽ അലം കുഹ് എന്ന് പറയുന്ന 4850 മീറ്റർ ഉയരമുള്ള തെക്കൻ ഇറാൻ്റെ ഭാഗത്തുള്ള ഈ മേഖലയിലേക്ക്, ഈ പർവ്വത മേഖലയിലേക്കോ മാറ്റിയിരിക്കാനാണ് സാധ്യത. ഇനി ഇത് രണ്ടുമല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട 3-4 പേര് പിന്നെയും പറയുന്നുണ്ട്. സബ്ലൻ എന്ന് പറയുന്നത്, സർദ് കുഹ് എന്ന് പറയുന്നത്, ദഫ്തൻ എന്ന് പറയുന്നത്, ഇതൊക്കെ കാസ്പിയൻ കടലിൻ്റെ ഭാഗം ചേർന്നുകൊണ്ട് ഓരം ചേർന്നുള്ള പർവ്വത നിരകളാണ്. 4000, 3850, 4200 ഇത്തരം മീറ്റർ ഉയരത്തിലുള്ള ശക്തമായിരിക്കുന്ന പർവ്വത നിരകളാണ്. ഈ മേഖലയിൽ എവിടെയോ ഈ പറയപ്പെട്ട സാത്താൻ മിസൈലിന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ മേഖലയിൽ ഈ ബങ്കറുകൾ നിർമ്മിച്ചുകൊണ്ട് അവിടെ സുരക്ഷിതമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. റഡാർ സംവിധാനത്തിന് ഈ മേഖല കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയില്ല. മേഖല കണ്ടെത്തിയാലും അതിൻ്റെ ആന്തരികമായിരിക്കുന്ന ഭാഗത്തായതുകൊണ്ട് അത് കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല. അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ കൈവശത്തുള്ള ബങ്കർ ബസ്റ്റർ ബോംബ് ഇസ്രായേലിൻ്റെ കൈവശത്തിലില്ല. അത് അമേരിക്ക കൊടുക്കുന്നതാണ്. അമേരിക്ക കൊടുത്തിട്ടാണ് ഇസ്രായേലിൻ്റെ കൈവശത്തിലെത്തുന്നത്. നിർമ്മിതികളൊക്കെ ബങ്കർ ബസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയുടെ കൈവശത്തിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബ് ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയാൽ സംഭവം ഇത് അറിയ പോലുമില്ല എന്നുള്ള അത്രയ്ക്ക് തായ്വാരത്ത് വലിയ സുരക്ഷിത കവചമൊരുക്കിയിട്ടാണ് ഇതിപ്പോൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്.
അപ്പോൾ എന്തിനാ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഈ യുദ്ധത്തോടനുബന്ധിച്ച് അമേരിക്ക കാലങ്ങളായി ചെയ്തു വരുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ കാലങ്ങളായി ചെയ്തു വരുന്ന ഒരു സ്വഭാവ രീതിയുണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്. അഥവാ ശത്രുവിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നതിനപ്പുറം, ശത്രുവിൻ്റെ സൈനിക മേധാവികളെ കൊലപ്പെടുത്തുന്നതിനപ്പുറം അവർ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് അവരുടെ കൈവശത്തുള്ള ആയുധങ്ങളുടെ ഗോഡൗണുകളോ ആയുധം സൂക്ഷിക്കപ്പെട്ട മേഖലയോ നശിപ്പിക്കുക എന്നുള്ളതാണ്. അത് എല്ലാ കാലത്തും ചെയ്തതാണ്. സിറിയയിൽ ഭരണം മാറി പുതിയ ഭരണ സംവിധാനം അധികാരത്തിലേറി എന്ന് ഉറപ്പായതോടുകൂടി ഇസ്രായേൽ 7 ദിവസമാണ് സിറിയ ആക്രമിച്ചത്. സിറിയ ആക്രമിച്ചതെന്ന് മാത്രമല്ല, സിറിയയുടെ കൈവശത്തിലുള്ള യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, കവചിത വാഹനങ്ങൾ, സൈനിക സംവിധാനങ്ങൾ എല്ലാം തകർത്തെറിഞ്ഞു. അവരുടെ കൈവശത്തിൽ ഏകദേശമുള്ള രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട 60% ആയുധങ്ങൾ ഇസ്രായേൽ തകർത്തു എന്ന് അവർ അവകാശപ്പെടുന്നു. അത് അത്ര തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള സ്ഥിരീകരണമൊന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന്, ഈ സിറിയയുടെ ഭാഗത്തുനിന്ന് പുറത്ത് വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അപ്പോൾ സൈനികപരമായിരിക്കുന്ന ശക്തി ഇല്ലാതാക്കുക, അവരുടെ സൈനികർക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ട ഭക്ഷ്യധാന്യങ്ങളുടെ മേഖല ഗോഡൗണുകളൊക്കെ തകർക്കുക, അങ്ങനെ അവരുടെ ആത്മവീര്യം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ സൈനികർക്ക് ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ സൈനിക ആശുപത്രി എല്ലാ രാജ്യത്തും ഉണ്ടാവും. പ്രത്യേകമായ രീതിയിൽ ഏറ്റവും കൂടുതൽ സൈനികരുള്ള സ്ഥലത്ത് അത് ഒരുപാടുണ്ടാകും, പ്രത്യേകിച്ച് നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ. ഒരു രാജ്യത്തിൻ്റെ അകത്ത് 100ഓളം അങ്ങനെ സൈനിക ആശുപത്രികളും സൈനിക സംവിധാനങ്ങളും മെഡിക്കൽ ട്രീറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ മേഖല നശിപ്പിക്കുക എന്നുള്ളത് ശത്രുവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഒന്ന് ഏതാണ്? ആശുപത്രി നശിപ്പിക്കുന്നു, പിന്നീട് ആയുധപ്പുരകൾ നശിപ്പിക്കുന്നു, സൈനിക മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നു. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആയുധമില്ലാതെ സൈനികർക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി സാധിക്കും. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അവർ ആദ്യം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് അവർ സൈനികരെ കൊലപ്പെടുത്തുക എന്നുള്ളത്, ശത്രുവിൻ്റെ പക്ഷത്തെ ഇല്ലാതാക്കാനുള്ള പ്രവൃത്തി അല്ല ചെയ്ത്, അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും എത്ര ഉണ്ടോ അതില്ലാതാക്കാനുള്ള ശ്രമം നടത്തിയത്, അല്ലെ അവർ വിജയിച്ചു. അഥവാ അന്നത്തെ 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ആദ്യത്തെ ദിവസം യുദ്ധം തുടങ്ങേണ്ടത് 10 മണി മുതൽ 11 മണിയുടെ ഇടയിലാണ് ഏകദേശം. അപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചാൽ ഇവർ തിരിച്ചടിക്കുന്ന രീതിയിലോ, അല്ലെങ്കിൽ ഇവർ അങ്ങോട്ട് ആക്രമിച്ചാൽ ഇസ്രായേൽ ഇങ്ങോട്ട് തിരിച്ചടിക്കുന്ന രീതിയിലാണ് ഏറെക്കുറെ ഉള്ളത്. അപ്പോൾ ഇസ്രായേൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ഈ അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെ നടത്തിയത് ഏകദേശം 8 മണിക്കാണ്. 7 മണി 8 മണിയുടെ ഇടയിൽ. ആ സമയത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈനികരാരും അവരുടെ കവചിത വാഹനങ്ങളിലോ ടാങ്കറുകളിലോ യുദ്ധവിമാനങ്ങളിലോ ഉണ്ടായിരുന്നില്ല, യുദ്ധക്കപ്പലിൽ പോലും. പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയമായതുകൊണ്ട് അവരെല്ലാം പുറത്തായിരുന്നു എന്നുള്ളതും ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധയിലായിരുന്നു എന്നതിനാൽ തിരിച്ചടിക്കാൻ പറ്റാത്ത വിധം ഏകദേശം 6 മണിക്കൂർ നിരന്തരം ഇസ്രായേലിൻ്റെ സൈന്യം അറേബ്യൻ സൈനികർക്ക് നേരെ ആക്രമണം നടത്തി. സൈനികർക്ക് നേരെയല്ല, അവരുടെ യുദ്ധ സാമഗ്രികൾക്ക് നേരെ ആക്രമണം നടത്തി അത് നശിപ്പിച്ചു. അന്ന് ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഉണ്ടായിരുന്ന യുദ്ധവിമാനങ്ങളിൽ 95% ആ ഒരു ആക്രമണത്തിൽ പങ്കെടുത്തു. ഇവരുടെ രീതി തന്നെ അങ്ങനെയാണ്. 1ഉം 2ഉം വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ അയച്ചുകൊണ്ട് ആക്രമിക്കുന്ന രീതി ഇസ്രായേലോ അമേരിക്കയോ ചെയ്യാറില്ല. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിരുന്ന ആക്രമണം, കൂട്ട ആക്രമണമാണ് ഉണ്ടാവുക. അഥവാ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 100 യുദ്ധവിമാനങ്ങൾ പങ്കെടുക്കണം എന്ന് തീരുമാനിച്ചാൽ 95 യുദ്ധവിമാനവും ഒരേ സമയത്ത് ആദ്യത്തെ ആക്രമണത്തിൽ പങ്കെടുക്കും. ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പെട്ടു പോകും ഈ ആക്രമണം കാണുന്ന സമയത്ത്. നമ്മളവിടെ 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ കണ്ടിട്ടുണ്ട്, ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇറാന് ഒരു കൂട്ടം ഈ യുദ്ധവിമാനങ്ങളാണ് ആക്രമിച്ചത് ഇസ്രായേലിൽ നിന്ന്. അത് ഉയർന്നു പൊന്തിയത് എവിടെ എന്നതിനെക്കുറിച്ച് വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഒരുമിച്ചുള്ള ആക്രമണമാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറാനിലെ സൈനിക കമാൻഡർ കൊല്ലപ്പെടുന്നത് അറിയുന്നു, അതോടൊപ്പം തന്നെ അവിടുത്തെ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെടുന്നത് അറിയുന്നു, സൈനികരുടെ മേഖല ആക്രമിച്ചത് അറിയുന്നു, അവിടെ സാധാരണക്കാർ താമസിക്കുന്നിടത്ത് ആക്രമിച്ചത് അറിയുന്നു. അങ്ങനെ ടെഹ്റാൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ഏകദേശം 50-ലധികം മേഖലകളിൽ ഒരേ സമയത്ത് ആക്രമണം നടത്തി. ഇറാൻ ആയതുകൊണ്ട് ഞെട്ടിപ്പോയില്ല. സമാന ആക്രമണമാണ് ലിബിയയിൽ നടന്നത്, ലെബനാനിൽ നടന്നത്. ലെബനാൻ നടന്നതിന് ശേഷം അവിടുത്തെ ഈ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ രീതി, ഇത് അവരുടെ രീതിയാണ്, ഇതവരുടെ ശൈലി സാധാരണഗതിയിൽ അവർ ചെയ്യാറുള്ളതാണ്.
അപ്പോൾ ഇറാൻ ആക്രമിച്ചതും അങ്ങനെ തന്നെയാണ്, ഇതിന് മുമ്പ് നടത്തിയതും അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ വെനിസുലയിലേക്ക് നോക്കുകയാണെങ്കിൽ വെനിസുലയിൽ അമേരിക്ക ആക്രമണം നടത്തിയത് അങ്ങനെ തന്നെയാണ്. അവരുടെ റഡാറിൽ 100-ലധികം യുദ്ധവിമാനങ്ങൾ ഒരേ സമയം തലങ്ങും വിലങ്ങും ഇങ്ങനെ പോകുന്നതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇതിന് എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, അതിനെക്കുറിച്ചായിരുന്നു പിന്നീടുള്ള അവിടുത്തെ വെനിസുലയിലെ സൈനികർ അന്വേഷിച്ചത്. ഇങ്ങനൊരു സംഭവം വരില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റഡാറിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ നിരീക്ഷണത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ സ്ഥാപിച്ചൽ കുഴപ്പമുണ്ട്, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ, തലച്ചോർ കൂട്ടിമുട്ടിക്കൽ യുദ്ധം എന്നാണ് അതിനെ ചരിത്രകാരന്മാർ വ്യാഖ്യാനിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ഈ വിഷയം എന്ന് പറയുന്നത്, ഇറാൻ നിർമ്മിക്കപ്പെട്ട ഈ സാത്താൻ എന്ന് പറയുന്ന മിസൈൽ അപ്പാടെ തന്നെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ അതിശക്തമായിരിക്കുന്ന മിസൈൽ കൊണ്ടായിരിക്കും വരാൻ പോകുന്ന ദിവസം അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ച് ആക്രമിക്കുക, അതിൽ സുരക്ഷിതത്വം ഒരുക്കുകയാണ് ഇറാൻ ചെയ്തത് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.